ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണ് കംപ്ലൈൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് വർക്കിംഗ് ആയിട്ടുള്ള പ്ലഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വേണ്ടത് മൾട്ടിമീറ്റർ ഒരെണ്ണം വേണം. അത് ആമസോണിൽ നിന്ന് മേടിക്കാം. ഒരു 400 രൂപ അടുപ്പിച്ചേ വരുള്ളൂ. അതിനുശേഷം നമ്മൾ പ്ലഗ് അഴിച്ചെടുക്കാം. പ്ലഗ് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും, അതായത് സ്പാർക്കിൾ വരുന്ന ഒരറ്റവും പിന്നെ നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന, അതായത് കോയിലിൻ്റെ കോഡ് വയർ കണക്ട് ചെയ്യുന്ന ഒരറ്റവും ചേർത്തിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. 20K റെസിസ്റ്റൻസ് ഇടുക മൾട്ടിമീറ്ററിൽ. അതിനുശേഷം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ CNG വണ്ടികളിലൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക്കുമാർ പറയുന്നത് 10,000 മാറണം, 20,000 മാറണം എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 5 ഓംസിൽ താഴെ കാണിക്കണം. അതായത് 4.6, 4.7 ആ റേഞ്ചിൽ ഓംസ് റെസിസ്റ്റൻസ് നിൽക്കണം. അതാണ് ഒരു നല്ല സ്പാർക്ക് പ്ലഗിൻ്റെ ലക്ഷണം. അതായത് കറക്റ്റ് വർക്കിംഗ് ആയിട്ടുള്ള സ്പാർക്ക് പ്ലഗിൻ്റെ ലക്ഷണം 5 താഴെ റെസിസ്റ്റൻസ് നിൽക്കുന്നതാണ്. അതിന് മുകളിൽ പോയാൽ, ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്നതിൽ ഒരെണ്ണം കംപ്ലൈൻ്റ് ഉണ്ട്. അത് 6ന് മുകളിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടിക്ക് ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. സഡൻ ആക്സിലറേഷനിൽ അതിൽ ഒരു പിടുത്തമുണ്ടായിരുന്നു. ലോഡ് കിട്ടാത്ത പോലുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അഴിച്ചെടുത്ത് ചെക്ക് ചെയ്യുന്നതും ഇത് റീപ്ലേസ് ചെയ്യുന്നതും. 3ഉം ഞാൻ റീപ്ലേസ് ചെയ്തു. നല്ല ബ്രാൻഡ് എന്ന് പറയുന്നത് NGK ആണ് ഉള്ളതിൽ. ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്, ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നത് ചാമ്പ്യൻ എന്ന് പറഞ്ഞ സ്പാർക്ക് പ്ലഗാണ്. ചാമ്പ്യൻ എന്ന ബ്രാൻഡിൻ്റെ സ്പാർക്ക് പ്ലഗാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് NGK, ഡെൻസോ, ഇങ്ങനെ 2 ബ്രാൻഡുകളാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരുപാട് നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ലോങ് ലൈഫ്, നല്ലൊരു സ്പാർക്ക്, നല്ലൊരു ഇഗ്നീഷൻ ഒക്കെ കിട്ടുന്ന ഒരു പ്ലഗാണ് ഇറിഡിയം സ്പാർക്ക് പ്ലഗ്. അത് ഇറിഡിയം വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും റേറ്റ് കൂടുതലുള്ള പ്ലഗ് വാങ്ങുക. 300 രൂപയുടെ ഇറിഡിയം പ്ലഗ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ഇറിഡിയത്തിൻ്റെ അലോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫൈൻ ആയിട്ടുള്ള ഇറിഡിയം വാങ്ങുക. അതായത് ഒരു 1000 രൂപയുടെ അടുത്ത് വരും ഒരു പ്ലഗിന്. അപ്പോൾ അതൊരു 1.5 ലക്ഷം, 1 ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ എന്തായാലും ഓടും. അതങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പാർക്ക് പ്ലഗിനെ പറ്റി പറയാനുള്ളത്. 2 തവണ ചെക്ക് ചെയ്യുക. ഒരു 2 റൗണ്ടായിട്ട് പ്ലഗുകൾ, ഇപ്പോൾ 4 പ്ലഗുള്ള വണ്ടിയാണെങ്കിൽ 4 പ്ലഗും ഒരു 2 റൗണ്ട് ചെക്ക് ചെയ്യുക റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ അളവുകൾ കറക്റ്റാണോ എന്നുള്ളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ പറ്റും.